കുട്ടികളെ ഇന്ന് നമുക്ക് 10ാം ക്ലാസ് ഹിന്ദി ചാപ്റ്റർ 1 ബീർ ബഹൂട്ടിയിലെ എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാം. ബീർ ബഹൂട്ടി കിസ് വിധ കി രചന ഹെ? ബീർ ബഹൂട്ടി ഏത് തരത്തിലുള്ള രചനയാണ്? കഹാനി. ബീർ ബഹൂട്ടി എന്നത് ഒരു കഥയാണ്. ബീർ ബഹൂട്ടി കഹാനി കിസ്നെ ലിഖി? ബീർ ബഹൂട്ടി എന്ന കഥ ആരാണ് എഴുതിയിരിക്കുന്നത്? പ്രഭാത്. ബീർ ബഹൂട്ടി കഹാനിക്ക് പാത്ര കോൻ കോൻ ഹെ? ബീർ ബഹൂട്ടി എന്ന കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സാഹിൽ, ബേല, സുരേന്ദർ മാഡ്സാബ്, ദുകാൻദാർ. ബീർ ബഹൂട്ടി കഹാനി മേം കിസ് മൗസം കാ ചിത്രൺ ഹെ? ബീർ ബഹൂട്ടി എന്ന കഥയിൽ ഏത് സീസൺ, ഏത് കാലാവസ്ഥയെ പറ്റിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ബീർ ബഹൂട്ടി കഹാനി മേം ബാരിഷ് കെ മൗസം കാ ചിത്രൺ ഹെ? ബീർ ബഹൂട്ടി എന്ന കഥയിൽ മഴക്കാലത്തെ പറ്റിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ബീർ ബഹൂട്ടിയോं की विशेषताएं क्या क्या है? ബീർ ബഹൂട്ടികളുടെ വിശേഷതകൾ എന്തൊക്കെയാണ്? ബീർ ബഹൂട്ടിയോं का रंग सुर्ख है और लाल रंग है, വേ മുലായം ഔർ ഗദ്ബദി ഹെ? ബീർ ബഹൂട്ടികളുടെ നിറം റെഡ് കളറാണ്. വേ മുലായം ഔർ ഗദ്ബദി ഹെ? അവ വളരെ സോഫ്റ്റും ഭംഗിയുള്ളതും ആണ്. ഫുലേര ജംഗ്ഷൻ കഹാം സ്ഥിതി ഹെ? ഫുലേര ജംഗ്ഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ മേം ജയ്പൂർ കെ പാസ്. രാജസ്ഥാനിലെ ജയ്പൂരിനടുത്താണ് ഫുലേര ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. പാഞ്ച്വീം കക്ഷാ സെ ഉത്തീർണ് ഹോനെ കെ ബാദ് ബേല കഹാം ജായേഗി? 5ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചതിന് ശേഷം ബേല എവിടേക്കാണ് പോകുന്നത്? ബേല രാജകീയ കന്യാ പാഠശാല മേം ജായേഗി. പാഞ്ച്വീം കക്ഷാ സെ ഉത്തീർണ് ഹോനെ കെ ബാദ് സാഹിൽ കഹാം ജായേഗ? 5ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായതിനു ശേഷം സാഹിൽ എവിടേക്കാണ് പോകുന്നത്? സാഹിൽ അജ്മേർ കെ ഏക് ഹോസ്റ്റൽ മേം ജായേഗ. സാഹിൽ കി ആംഖോ മേം ദുഃഖ് കി ഝലക് കൈസി ഹോത്തി ഹെ? സാഹിലിൻ്റെ കണ്ണുകളിൽ ദുഃഖത്തിൻ്റെ തിളക്കം അഥവാ പ്രകാശം എങ്ങനെയായിരുന്നു? സാഹിൽ കി ആംഖേം ബീർ ബഹൂട്ടി കി തരഹ് ലാൽ ഹോനെ ലഗ്തി ഹെ? സാഹിലിൻ്റെ കണ്ണുകൾ ബീർ ബഹൂട്ടിയെ പോലെ റെഡ് കളറായി. അവർ ഉന്മേം ബാരിഷ് കി ബൂന്ദോं കെ ജൈസ പാനി ഭർ ജാത്താ ഹെ? ആ കണ്ണുകളിൽ മഴത്തുള്ളികൾ പോലെ വെള്ളം നിറഞ്ഞിരുന്നു. കഹാനി മേം ആൻസു ബഹ്നെ കി തുലന കിസ്കെ സാത്ത് കി ഗയി ഹെ? ഈ കഥയിൽ കണ്ണുനീർ ഒഴുകുന്നതിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? കഹാനി മേം ആംസു ബഹ്നെ കി തുലന ബാരിഷ് കെ സാത്ത് കി ഗയി ഹെ? ഈ കഥയിൽ കണ്ണുനീര് ഒഴുകുന്നത് മഴയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അസ്പതാൽ മേം മിൽത്തെ സമയ ബേല ഔർ സാഹിൽ കി ഹാലത്ത് കൈസി തി? ഹോസ്പിറ്റലിൽ വച്ച് കണ്ടുമുട്ടുമ്പോൾ ബേലയുടെയും സാഹിലിൻ്റെയും കണ്ടീഷൻ, ഹാലത്ത്, അവസ്ഥ എങ്ങനെയായിരുന്നു? अस्पताल में मिलते समय बेला के सिर पर और साहिल की पिंडली पर പട്ടി ബാന്തി ഗെയ്തി? ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്ന സമയത്ത് ബേലയുടെ തലയിലും സാഹിലിൻ്റെ കണങ്കാലിലുമായിട്ട് ബാൻഡേജ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. ഇൻ ബച്ചോं को अपने चारों ओर खेलते देखकर गांधी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. लेखक के इस कथन का क्या मतलब है? ഈ കുട്ടികൾ തൻ്റെ ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ എന്നത്തേക്കാളും കൂടുതൽ പുഞ്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഗാന്ധിജിക്കോ ബച്ചോം സെ ബഹുത് പ്രേം താ? ഗാന്ധിജിക്ക് കുട്ടികളെ വളരെയധികം ഇഷ്ടമായിരുന്നു. ബച്ചേ ഭി ഉന്നെ പ്യാർ സെ ബാപ്പുജി പുകാർത്തേ തെ? കുട്ടികൾക്കും അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് ബാപ്പുജി എന്നാണ് വിളിച്ചിരുന്നത്. ഇസ് പ്രകാർ ദോനോ കെ ബീച്ച് അസീം പ്യാർദ? ഈ തരത്തില് രണ്ടുപേർക്കും ഇടയിൽ അസീം പ്യാർദ, വളരെയധികമുള്ള ഇഷ്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്ലിയെ ലേഖക് കോ ലഗ്താ ഹെ കി ഇൻ ബച്ചോं को अपने चारों ओर खेलते देखकर गांधी की मूर्ति ऐसी दिखाई पड़ती ജയ്സെ ഓർ സമയസെ കുച്ച് അധിക് മുസ്കുരാ രഹി ഹോ? അതുകൊണ്ടാണ് ലേഖകന് ഈ കുട്ടികൾ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് ചുറ്റും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ എന്നത്തേക്കാളും കൂടുതൽ പുഞ്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു എന്ന് തോന്നുവാൻ കാരണം. ബച്ചേ സുരേന്ദർ മാഡ്സാബ് സെ ക്യോൺ ഡർത്തേ തെ? കുട്ടികൾക്ക് സുരേന്ദർ മാഡ്സാബിനെ എന്തുകൊണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നത്? സുരേന്ദർ മാഡ്സാബ് ജരാസി ഗൽത്തി പർ ബച്ചോं को इधर उधर फेंक देते थे या चापट मारते थे, इसलिए बच्चे സുരേന്ദർ മാഡ്സാബ് സെ ഡർത്തേ थे. സുരേന്ദർ മാഡ്സാബ് ചെറിയ ഒരു തെറ്റ് കണ്ടാലും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റുകയും അടിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് കുട്ടികൾക്ക് സുരേന്ദർ മാഡ്സാബിനെ പേടിയുണ്ടാകാൻ കാരണം. ബേല കാ മൻ ക്യോം ഖരാബ് ഹോ ഗയ? ബേലയുടെ മനസ്സ് എന്തുകൊണ്ടാണ് മോശമായത്? അതായത് ബേലയുടെ മനസ്സ് എന്തുകൊണ്ടാണ് വിഷമിച്ചത്? ഓർ
माठ साहब चाहे मुझे पीट लेते मगर സാഹിൽ के सामने नहीं ബേല ക്യോം സോച്തി ഹെ. എന്തുകൊണ്ടാണ് ബേല ചിന്തിച്ചത്, സുരേന്ദർ മാഡ് സാർ എന്നെ തല്ലിയാലും സാഹിലിൻ്റെ മുന്നിൽ വച്ച് വേണ്ടായിരുന്നു എന്ന്. ഓർ ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസ്സെ നസർ നെഹി മിലാ പായി ക്യോം. അവൾക്ക് അവൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവൻ്റെ നേരെ നോക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട്? ഈ 3 ക്വസ്റ്റ്യനും കൂടി ഒറ്റ ആൻസറാണ് ഇവിടെ ഉള്ളത്. ബേല ജാൻതി ദി കി വഹ് സാഹിൽ കി നസർ മേം ബഹുത്ത് അച്ചി ലഡ്കി ഹെ. ബേലയ്ക്ക് അറിയാം സാഹിലിൻ്റെ നോട്ടത്തിൽ അവൾ നല്ലൊരു പെൺകുട്ടിയാണെന്ന്. ലേക്കിൻ പക്ഷേ ജബ് മാഡ് സാബിനെ സാഹിൽ കെ സാമനെ ബേലാക്കോ പീട്ട വഹ് ലജ്ജിത് ഹോ ഗയി. മാഡ് സാബ് സാഹിലിൻ്റെ മുന്നിൽ വച്ച് ബേലയെ അടിച്ചപ്പോൾ അവൾ വളരെയധികം നാണിച്ചുപോയി. ഇസ്ലിയെ അതുകൊണ്ട് ബേലാക്ക മൻ ഖരാബ് ഹോ ഗയ. അതുകൊണ്ടാണ് ബേല വളരെയധികം ദുഃഖിതയാവാൻ കാരണം. ബേലാക്കെ സിർപ്പർ സഫേദ് പട്ടി ക്യോം ബാന്തി ഗയി. ബേലയുടെ തലയിൽ വെള്ള ബാൻഡേജ് കെട്ടുവാൻ കാരണം എന്താണ്? ബേല ഛത്ത് സെ ഗിർ ഗയി ഔർ ചോട്ട് ലഗ് ഗയി. ബേല ടെറസിൽ നിന്ന് വീണ് മുറിവുണ്ടായി. ഇസ്ലിയെ അതുകൊണ്ട് ബേലാക്കെ സിർപ്പർ സഫേദ് പട്ടി ബാന്തി ഗയി. അതുകൊണ്ടാണ് ബേലയുടെ തലയിൽ വെളുത്ത ബാൻഡേജ് കെട്ടിയത്. ബേല ഔർ സാഹിൽ ഗാന്ധി ചൗക്ക് ക്യോം ഗയെ. ബേലയും സാഹിലും ഗാന്ധി ചൗക്കില് എന്തിനു വേണ്ടിയാണ് പോയത്? ബേല ഔർ സാഹിൽ ലങ്കടി ഠാങ്ക് ഖേൽനെ കേലിയെ ഗാന്ധി ചൗക്ക് ഗയെ. ബേലയും സാഹിലും ഒറ്റക്കാലിൽ ചാട്ടം കളിക്കുന്നതിനു വേണ്ടിയാണ് ഗാന്ധി ചൗക്കിൽ പോയത്. ബാരിഷ് കെ പഹലെ കി ബാരിഷ് സെ ക്യാ മത്ലബ് ഹെ. മഴയ്ക്ക് മുമ്പുള്ള മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പാഞ്ച്വീം കക്ഷാ സെ ഉത്തീർണ് ഹോനെ കെ ബാദ് സാഹിൽ അജ്മേർ കെ एक हॉस्टल में और बेला राजकीय कन्या पाठशाला में जाने का निर्णय लेते हैं. स्कूल के आखिरी दिन बिछुड़न के बारे में सोचते ही दोनों की आंखों से बारिश की तरह आंसू बह जाते हैं. 5ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായതിനു ശേഷം സാഹിൽ അജ്മേറിലെ ഹോസ്റ്റലിലേക്കും ബേല രാജകീയ കന്യാ പാഠശാലയിലേക്കും പോകാനുള്ള തീരുമാനമെടുത്തു. സ്കൂൾ കെ ആഖിരി ദിൻ സ്കൂളിലെ അവസാനത്തെ ദിവസം ബിച്ചുടൻ കെ ബാരേമേ വേർപാടിനെ പറ്റിയിട്ട് സോച്തേഹി ചിന്തിച്ചപ്പോൾ ദോനോ കി ആങ്കോം സെ രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് ബാരിഷ് കി തരഹ് ആൻസു ബഹുജാ മഴയെ പോലെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ബേല ഔർ സാഹിൽ ദൂക്കാൻ ക്യോം ഗയെ. ബേലയും സാഹിലും കടയിലേക്ക് എന്തിനു വേണ്ടിയാണ് പോയത്? സാഹിൽ കെ പെൻമേം സ്യാഹി ഭർവാനെ കേലിയെ ബേല ഔർ സാഹിൽ ദൂക്കാൻ ഗയെ. സാഹിലിൻ്റെ പേനയിൽ മഷി നിറപ്പിക്കുവാൻ വേണ്ടിയാണ് ബേലയും സാഹിലും കടയിലേക്ക് പോയത്. ബാദൽ കോ ദേഖ് കർ ഖഡേ കോ നെഹിം ഠുലാന ചാഹിയെ യഹ് കിസ്നെ കഹ. കാർമേഘം കണ്ടിട്ട് കുടത്തിലെ വെള്ളം ഒഴിച്ചു കളയരുത് എന്ന് ആരാണ് പറഞ്ഞത്? കടക്കാരനാണ് ഇങ്ങനെ പറഞ്ഞത്. ബാദൽ കോ ദേഖ് കർ ഖഡേ കോ നെഹിം ഠുലാന ചാഹിയെ ദുകാൻദാറിനെ ഏസാ ക്യോം കഹ. കാർമേഘം കണ്ടിട്ട് കുടത്തിലെ വെള്ളം ഒഴിച്ചു കളയരുതെന്ന് കടക്കാരൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? സാഹിൽ കോ പെൻമേം സ്യാഹി ഭർവാനി ദി. സാഹിലിന് പേനയിൽ മഷി നിറപ്പിക്കണമായിരുന്നു. നയി സ്യാഹി ഭർവാനെ കി ഇച്ഛാ സെ പെൻമേം ബച്ചി ഹുയി സ്യാഹി കോ ഭി ഉസ്നെ ജമീൻ പർ ചിടക് ദിയ. പുതിയ മഷി നിറപ്പിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് പേനയിൽ അവശേഷിച്ചിരുന്ന മഷി അവൻ തറയിൽ ഒഴിച്ചു കളഞ്ഞു. ജബ് ദൂക്കാൻ പഹൂഞ്ച എപ്പോഴാണ് കടയിൽ ചെന്നത്? വഹം സ്യാഹി നെഹിംദി അവിടെ മഷി ഉണ്ടായിരുന്നില്ല. ആകാശ് മേം ബാദൽ കോ ദേഖ് കർ ബാരിഷ് ഹോനെ കി പ്രതീക്ഷാ മേം ഖഡേ മേം ബച്ചെ പാനി കോ നഷ്ട് കർ ദേനെ പർ ബാരിഷ് ന ഹുയി തോ നുക്സാൻ ഹോ ജാത്താ ഹെ. ആകാശത്ത് കാർമേഘം കണ്ടിട്ട് കുടത്തിൽ അവശേഷിച്ചിരിക്കുന്ന വെള്ളം നഷ്ടപ്പെടുത്തിയാൽ ബാരിഷ് ന ഹുയി തോ മഴ പെയ്തില്ല എങ്കിൽ നുക്സാൻ ഹോ ജാത്താ ഹെ അതൊരു വലിയ നഷ്ടമായി തീരും. ഉസി പ്രകാർ ഭവിഷ്യമേ മിൽനെ വാലി കിസി ചീസ് കി പ്രതീക്ഷാ മേ അപ്പനെ പാസ് കി ചീസോ കോ നഷ്ട് കർണ ഉചിത് നഹീം ഹെ. അതുപോലെ തന്നെയാണ് ഭാവിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു വസ്തു കിട്ടും എന്ന പ്രതീക്ഷയിൽ നമ്മുടെ കയ്യിലുള്ള വസ്തുവിനെ നഷ്ടപ്പെടുത്തുന്നത് ഉചിതമല്ല. ഇസ്ലിയെ ദുകാൻദാറിനെ ഏസാ കഹ അതുകൊണ്ടാണ് കടക്കാരൻ ഇങ്ങനെ പറയാൻ കാരണം. ചാപ്റ്റർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇവയെല്ലാം. ഇവ നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതിയെടുക്കുകയും നല്ല രീതിയിൽ പഠിക്കുകയും ചെയ്യുക.